ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാൻ ഇന്ന് വരയ്ക്കും ഒരു യൂട്യൂബ് ഫാമിലിയുടെ കുറിച്ചും ചർച്ച ചെയ്തിട്ടില്ല. ഞാൻ ആരുടെ സ്വകാര്യതയിൽ ചെന്ന് കയറാറുമില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ പ്രവീൺ എന്നാണ് യൂട്യൂബ് ചാനലിൽ അവരെക്കുറിച്ച് ഒരുപാട് ബാഡ് കമൻസുകൾ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി അവർ തന്നെ കഴിഞ്ഞ ദിവസം ഇട്ടായിരുന്നു. കുറച്ച് പേര് കേട്ട് കാണും, പിന്നെയും അവർക്ക് ബാഡായിട്ട് കമൻറ്റുകൾ പറയുന്നവരുണ്ട്. ഇപ്പോൾ ഫസ്റ്റത്തെ കമൻറ്റ് വന്നതെന്ന് വെച്ചാൽ എന്തിനാണ് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയതെന്നാണ്. അതവർ പറയുകയും ചെയ്തു, മൃദുവിൻ്റെ ഇഷ്ടത്തിനാണ് പോയത്. ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിനേക്കായി ഭേദം ഗവൺമെൻറ് ഹോസ്പിറ്റൽ തന്നെ. ഈ പറയുന്നവരും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ജനനം എടുത്തവർ തന്നെയായിരിക്കും. പിന്നെ ഓരോരുത്തർ ഷോ കാണിക്കുന്ന കണക്ക് എല്ലാവരും ഇപ്പം അങ്ങനെ ചെയ്യാൻ പറ്റൂ. ഞങ്ങൾ അവിടെ പോയി ഇതാണ് എന്നും പറഞ്ഞ് ഇവർ നല്ല സിമ്പിൾ ഫാമിലിയാണ്. അതനുസരിച്ച് തന്നെയാണ് അവർ മുന്നോട്ട് പോയത്. ഗവൺമെൻറ് ഹോസ്പിറ്റലിന് എന്താ കുഴപ്പം? ഞാനും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ജനിച്ചതാണ്. ഈ പറയുന്നത് നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? പിന്നെ രണ്ടാമത്തെ ഒരു കമൻറ്റ് വന്നത്, ഇപ്പം കൊച്ചുവിനെയും അമ്മയും അച്ഛനെയും ഒന്നും കാണുന്നില്ല. അതിൽ ഏറ്റവും മോശമായിട്ടുള്ളൊരു കമൻറ്റ്, ജനിച്ച കുഞ്ഞിൻ്റെ പേരിൽ വരെ ബാഡ് കമൻറ്റ്സ് ഇടുന്നു. കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണ് ഇവരിങ്ങനെ ആയത് എന്നും പറഞ്ഞ്. എന്തിനാണ് ബ്രോ, എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അവരുടെ ഫാമിലി ഇപ്പം എല്ലാവരുടെ അടുത്തും തുറന്നു പറയാൻ പറ്റുമോ? ഇപ്പോൾ ഒരു കുടുംബം ആകുമ്പോൾ ചില പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട്. 100% സക്സസ് ആയിട്ട് ആരും പോകുന്നില്ല. ഈ പറഞ്ഞ ഞാനായാലും കേൾക്കുന്ന നിങ്ങളായാലും. അപ്പോൾ ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും ഇല്ലെങ്കിൽ കുടുംബമല്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ കുഞ്ഞിനെ വലിച്ചയക്കുക, അല്ലെങ്കിൽ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെണ്ണ് കാരണമാണ് ഇങ്ങനെ ആവുന്നത് എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെ ഉദ്ദേശമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇനിയെങ്കിലും അവരുടെ കുഞ്ഞിനെയും വെറുതെ വിടുക കേട്ടോ. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അതല്ലാതെ ഒരു ഫാമിലിയിൽ നമ്മൾ വേറൊരു യൂട്യൂബ് ഫാമിലിയെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല ഇന്ന് വരയ്ക്കും. പക്ഷേ ഇത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വന്നു പോയി. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ആ കുഞ്ഞാവയും അവരും സുഖമായിട്ട് ജീവിച്ചോട്ടെ. നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ അവർ നല്ലതുപോലെ പറഞ്ഞു തന്നല്ലോ. എന്താണ് കാര്യം, എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ. ഇനി എന്തിനാണ് അവരെ വിഷമിപ്പിക്കുന്നത്? പിന്നെ ഒരു കാര്യം എടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഏത് യൂട്യൂബേഴ്സ് ആയാലും ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒന്നും അവരുടെ ഫോട്ടോസ് കാണിക്കത്തില്ല. കുഞ്ഞിനെ നമ്മളെ കാണിക്കുകയില്ല, എത്ര പ്രേക്ഷകരായാലും എത്ര അവരെ സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സ് ആയാലും. പക്ഷേ ഇവർ നേരെ തിരിച്ചായിരുന്നു കേട്ടോ. ജനിച്ച ഉടനെ തന്നെ നമ്മളെ കുഞ്ഞിനെ കാണിച്ചു. അതെനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. എന്താണെന്ന് വെച്ചാൽ ആരും എത്ര ഇതായിട്ടുള്ള യൂട്യൂബേഴ്സ് ആയാലും കുഞ്ഞുങ്ങളെ കാണിക്കാൻ മടിക്കും. ഇപ്പോൾ പണ്ടത്തെ കാലത്തുള്ളവർ പറയും ഇങ്ങനെ കാണിക്കരുത് അതായതാണ്. പക്ഷേ ഇവർ നല്ലൊരു കാര്യമാണ് ചെയ്തത്. ഒരുപാട് വൈകിപ്പിക്കാതെ തന്നെ അവരുടെ കുഞ്ഞിനെ എല്ലാവർക്കും കാണിച്ചു തന്നു അല്ലേ? ഇപ്പോൾ ഒരുവിധം എല്ലാവരുടെ സംശയങ്ങളും തീർന്നെന്ന് വിചാരിക്കുന്നു. ഇനി അവരുടെ ഫാമിലിയും ഇനി അവരിടുന്ന വീഡിയോസ് എല്ലാം കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതല്ലാതെ എന്തിനാ വെറുതെ കുറ്റം പറയുന്നത്? അപ്പോൾ ബൈ.